മലപ്പുറം തിരൂർ പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മരിച്ച ഫൗസിയയുടെ ഭർത്താവ് ഹുസൈൻ പോലീസ് കസ്റ്റഡിയിൽ. തിരൂർ പൂക്കയിൽ വെച്ച് ബസ്സിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് മീൻ വാരാനാണെന്ന് പറഞ്ഞ് ഫൗസിയെ ഹുസൈൻ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയത്. ഇവർ തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫൗസിയയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയ പാടുകൾ ഉണ്ടായിരുന്നു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ സംഭവത്തിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഈ ഫൗസിയയുടെ ഭർത്താവ് ഹുസൈനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം, ഇവർ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു, എപ്പോഴും വഴക്കുണ്ടായിരുന്നു. അന്നേ ദിവസം വ്യാഴാഴ്ച രാവിലെ ചാകര വന്നിട്ടുണ്ട്, മത്സ്യം ധാരാളം ലഭിച്ചിട്ടുണ്ട്, അതിനെ വാരണമെന്ന് പറഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്നും ഫൗസിയെ വിളിച്ചുകൊണ്ടുപോയതാണ്. ബുധനാഴ്ച പകൽ ഇവർ തമ്മിൽ തർക്കവും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. തുടർന്ന് ഇവരെ ബോട്ടിൽ വെച്ച് കഴുത്തിൽ കയർ മുറുക്കി വരിഞ്ഞു കെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇയാൾ ഒരു കയറിൽ ഈ മൃതദേഹം ചാക്കിലാക്കി കയറിൽ കെട്ടി ബോട്ടിന്റെ നങ്കൂരത്തിലേക്ക് കെട്ടിയാണ് വെള്ളത്തിലേക്ക് ഇട്ടത്. പക്ഷെ ഈ കയറിന്റെ ഒരറ്റം മറ്റൊരു ബോട്ടിലുണ്ടായിരുന്നു. തുടർന്ന് ആ ബോട്ട് എടുത്തപ്പോൾ ഇത് പൊന്തി വരികയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മൃതദേഹം പുറത്ത് വെള്ളത്തിന് മുകളിലേക്ക് വന്നതും തുടർന്ന് ഇത് പുറത്തിറങ്ങിയതും. എന്നാണെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഫൗസിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിക്കുകയാണ്. ഫൗസിയെ ഹുസൈൻ കൊന്നതാകാം എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിശദീകരണം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. രഞ്ജിത്ത്. ശരി അനുമോദ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.